വിവാഹം കഴിഞ്ഞ് 10-15 വർഷങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായ ചരിത്രം ഉണ്ടെന്നൊക്കെ. അതുപോലെ സുജിതയും ചിലപ്പോ ഗർഭിണിയായെന്ന് വരും, കുഞ്ഞുങ്ങളെ പ്രസവിച്ചെന്നും വരും. കാരണം സുജിത ഇതുവരെ ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് കളവ് പറഞ്ഞ് മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ചെയ്ത നിങ്ങളുടെ ഈ മോൾക്ക് ദൈവം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഒരു കാലത്ത് ഇവള് പ്രസവിക്കില്ല. സുജിതേ, നിർത്ത്. തെറ്റാർക്കും പറ്റും. സത്യക്കൊരു തെറ്റുപറ്റി. അത് അവളുടെ കുറ്റമല്ല. ടെസ്റ്റ് റിസൾട്ട് തെറ്റിയതുകൊണ്ടല്ലേ? റിസൾട്ട് തെറ്റി. അമ്മയൊന്ന് വന്നേ, ഞാൻ പറയട്ടെ. നീ എന്തീ കാണിക്കുന്നേ? ഇങ്ങോട്ട് വരാൻ വന്നേ. സമാധാനായില്ലേ നിനക്ക്? എന്താ നീ കാണിച്ചത്? സത്യയുടെ അമ്മയുടെയും അച്ഛമ്മയുടെയും മുമ്പിൽ നിന്ന് മാറ്റി നിർത്തി സംസാരിച്ചാൽ അവരെന്ത് വിചാരിക്കും? അവരെന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ. ഡി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവര് പോയി കഴിഞ്ഞിട്ട് പറയാം. അവരുടെ മുമ്പിൽ വെച്ച് പറയാനുള്ള മടിയുണ്ടായിട്ടൊന്നുമല്ല. അത് വേണ്ടാന്ന് വെച്ചത് സുജിതയുടെ അന്തസ്. എന്താ എന്ത് കാര്യം നിനക്ക് എന്നോട് പറയാനുള്ളത്? അമ്മ എന്താ പറഞ്ഞത്? തെറ്റാർക്കും പറ്റുമെന്ന്. സത്യയുടെ ടെസ്റ്റ് റിസൾട്ട് തെറ്റിയത് അവളുടെ കുറ്റം കൊണ്ടല്ലാന്ന് അല്ലേ? അതെ. പ്രഗ്നൻസിയുടെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അത് ശരിയാ. നമ്മൾ സ്വയം വീട്ടിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോ ഒരുപക്ഷെ തെറ്റുപറ്റിയെന്ന് വരാം. അതെ, അതിന് ഇത്രമാത്രം അവളെ കുറ്റപ്പെടുത്താനുണ്ടോ? കുറ്റപ്പെടുത്തുകയല്ല, അവളെ കൊല്ലുകയാ വേണ്ടത്. സുജിതേ, എന്നോട് ഒച്ച വെക്കണ്ട. ഞാൻ പറഞ്ഞാലല്ലേ എല്ലാവർക്കും വിശ്വാസം വരാത്തത്. ഡോക്ടർ പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ സത്യയും സുധിയും ചേർന്ന് കളിച്ച നാടകമാണെന്ന്. അത് നാടകമാവണമെന്നില്ല, റിസൾട്ടിലെ പിഴവ്. ഒരാള് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി നോക്കുന്നത് എപ്പോഴാ? അത് പ്രഗ്നന്റ് ആണോന്ന് സംശയം തോന്നിയ. സത്യ വൊമിറ്റ് ചെയ്തപ്പോ ഞാനും സംശയിച്ചതാ അവള് പ്രഗ്നന്റ് ആണെന്ന്. ഓ, വൊമിറ്റ് ചെയ്യുമ്പോ സംശയിക്കുന്നത് പോലെയൊന്നും അല്ല ഇത്. ആ ഒരു സംശയത്തിന്റെ പേരില് എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നില്ല. അതല്ലെങ്കിൽ പീരിയഡ്സ് നിന്നിട്ടുണ്ടാവും. ആ അതെ, അതാണ് കൃത്യമായ സംശയത്തിനുള്ള വഴി. എന്നാ സത്യയെ പരിശോധിച്ച ഡോക്ടർ സുനേന പറഞ്ഞത് എന്താണെന്ന് അമ്മയ്ക്കറിയോ? എന്താ?
അവര് നിന്നെ മാറ്റി നിർത്തി എന്തോ പറയുന്നത് കേട്ടു. സത്യ പ്രഗ്നന്റ് അല്ലാന്ന് മാത്രമല്ല, അവള് നമ്മളെ എല്ലാവരെയും കളിയാക്കുകയായിരുന്നു. ഓ, ആ ഡോക്ടർ എന്റെ മുഖം അടച്ചൊന്ന് തരാത്തത് എന്റെ ഭാഗ്യം. എന്റെ അമ്മയെ അവൾക്ക് മെനഞ്ഞാന്നാണ് പീരീഡ്സ് ആയത്. അതിന്റെ അർത്ഥം എന്താ? നമ്മളെല്ലാവരെയും വെറും വിഡ്ഢികളാക്കാൻ അവള് ശ്രമിച്ചു എന്നല്ലേ? ഛർദി ഓക്കാനോന്നൊക്കെ പറഞ്ഞ് അമ്മയെ പറ്റിക്കായിരുന്നു അവള്. കുഞ്ഞുണ്ടാവൂന്നറിയുമ്പോ അമ്മയുടെ സ്നേഹം കൂടുമെന്ന് മനസ്സിലായി കാണും. പേരും കള്ളിയാണവള്. എന്തൊക്കെ സത്യം നീ ചെയ്തു വെച്ചത്? ഇനി ഇവിടെ ഉള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്ക് വേറെ രക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. രക്ഷപ്പെടാൻ പറ്റിയ കള്ളം ഇത് മാത്രമേ ഉള്ളൂ മോളെ. നിനക്ക് സുജിതയെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ വീട്ടിലേക്ക് പോരെ. ഞാൻ നോക്കിക്കോളാം നിന്നെ. എന്നാലും അഭിമാനത്തോടെ ജീവിക്കാമായിരുന്നു. എനിക്കിതില് ഒരു മാനക്കേടും തോന്നുന്നില്ല. സുജിതേച്ചി എന്നോട് കാട്ടിക്കൂട്ടുന്ന വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. ഒന്നും അല്ലായിരിക്കും. പക്ഷേ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ശ്രുതി മാത്രമല്ല. ഈ വീട്ടിൽ നിന്നെ സ്നേഹിക്കുന്ന പലരും ഉണ്ട് ആ കൂട്ടത്തിൽ. നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞ് സന്തോഷിച്ച ശ്രുതിയുടെ അമ്മയും അച്ഛനും. അവരോട് നീ എന്തു മറുപടി പറയും മോളെ? എനിക്കിനി അവരുടെ മുഖത്ത് നോക്കാൻ വയ്യ. നമുക്കിപ്പൊ തന്നെ ഇറങ്ങാം. ശ്രുതിയുടെ അച്ഛൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങുന്നതാ നല്ലത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നത്? പേടിക്കണ്ടേ? നിന്നെ പോലെ മുന്നും പിന്നും നോക്കാതെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. എല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ ഞങ്ങൾ ഇനി ഇവിടേക്കില്ല. ആ സുജിതയുടെ വാക്ക് കേട്ടാ നിന്ന നിൽപ്പിൽ അങ്ങ് മരിച്ചു പോയാൽ മതിയെന്ന് തോന്നുക. സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെയൊക്കെ തീരുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. സാരമില്ല, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇതൊന്നും തമാശയായി കാണേണ്ട കാര്യമില്ലെന്ന് ഇനിയെങ്കിലും മോള് മനസ്സിലാക്കണം. ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. നീ വിഷമിക്കണ്ട. പേടിച്ചോടുകയൊന്നുമല്ല. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് തന്നെ പോകുന്നുള്ളൂ. വേണമെന്നില്ല. ഞാൻ കാരണം അവരുടെ വായിലിരിക്കുന്നത് അമ്മയും അച്ഛമ്മയും കേൾക്കണ്ട. സാരമില്ലെന്ന് പറഞ്ഞില്ലേ? സുധിയോടെങ്കിലും പറയാതെ എങ്ങനെയാ പോകുന്നത്? സുധിയോട് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ സുധിക്ക് മനസ്സിലാവും. നിങ്ങൾ ഇറങ്ങിക്കോ. സുധിയുടെ അമ്മ എല്ലാവരോടും ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ? അച്ഛമ്മ ഇറങ്ങിക്കോ. വാ വിമലേ. മോളിനി നല്ലതുപോലെ സൂക്ഷിക്കണം. ഇന്നവർ നിന്നോട് കാണിച്ച സ്നേഹം ഒരുപക്ഷെ ഇനി മുതൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാം എനിക്കറിയാം അമ്മേ. അമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ.
എല്ലാവരും പോയോ? നിനക്ക് സന്തോഷമായല്ലോ. ഇനി എല്ലാവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഒന്നും നമ്മൾ വിചാരിച്ചതല്ലല്ലോ. വിചാരിക്കാതെ? ഞാൻ പറഞ്ഞതല്ലേ ഇത് കുട്ടികളിയല്ലെന്ന്. സുജിതേച്ചി ഡോക്ടറെ വിളിച്ച് വരുത്തിയതാ പ്രശ്നമായത്. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചതാ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്നോ? ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് സംഭവിക്കാനുള്ളത് സംഭവിച്ചെന്ന് പറഞ്ഞ് കൈ ഒഴിയാനേ സുജിതേച്ചിയും മറ്റും നമ്മളെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു ദിവസത്തോടെ അവസാനിക്കുന്നതല്ല നീ ഉണ്ടാക്കി വെച്ച പ്രശ്നം. സത്യ ഗർഭിണിയായ സന്തോഷത്തിൽ കുഞ്ഞിനുള്ള കുട്ടിയുടുപ്പ് വരെ വാങ്ങിക്കൊണ്ട് അച്ഛൻ ഇപ്പോഴിങ്ങോട്ട് എത്തും. എല്ലാം കള്ളമാണെന്ന് അറിയുമ്പോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് പറയാൻ പറ്റില്ല. അച്ഛനോട് നമ്മൾ എന്ത് പറയും? ഇതൊക്കെ സാധാരണയാണെന്ന് പറയാൻ പറ്റൂ? സംഭവിക്കാനുള്ളത് സംഭവിച്ചെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂ? നീ തന്നെ പറ. നിനക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞ് നിന്നോട് കാണിച്ചിരുന്ന വെറുപ്പൊക്കെ മറന്നതാ എന്റെ അമ്മ. എനിക്ക് കുഞ്ഞുണ്ടാവുന്നെന്ന് കരുതി നിന്നോട് എത്ര സ്നേഹമായിട്ടാ അമ്മ പെരുമാറിയത്. ഇനി അത് ഉണ്ടാവില്ല. ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ആ മനസ്സിൽ നിന്നോടുള്ള വെറുപ്പ് കൂടിയിട്ടേ ഉണ്ടാവൂ. അച്ഛൻ ഒരിക്കൽ പോലും ഒരു കാര്യത്തിലും നിന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും നിന്നെ സ്നേഹിച്ച ആ മനുഷ്യന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കും. സഹിക്കാൻ പറ്റൂ അച്ഛന്? അവരൊന്നും പോയിട്ടില്ലല്ലോ. ആര്? സത്യയുടെ അമ്മയും അച്ഛമ്മയൊന്നും. അവര് പോയതല്ല, ഓടിയതാ. ഓടാനോ? പിന്നെ അല്ലാതെ. മകളുടെ ഉള്ളുകള്ളികൾ പുറത്തു വന്നപ്പോ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാ രണ്ടുപേരും. ഉള്ളുകള്ളികളോ? നീ എന്തൊക്കെയായി പറയുന്നേ? രാധികേ, അവിടെ നിൽക്കാൻ. നീ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ അച്ഛന് മനസ്സിലാവാത്തത്? ഇല്ലാത്ത ഗർഭം ഉണ്ടെന്നും പറഞ്ഞ് എല്ലാവരെയും മോഹിപ്പിച്ചതിനെ പറ്റിയോ? ഇല്ലാത്ത ഗർഭമോ? കാര്യം എന്താണെന്നൊന്ന് വ്യക്തമായിട്ട് പറ. നിങ്ങളുടെ മരുമകളെ പ്രഗ്നന്റ് അല്ല. അച്ഛൻ കൊണ്ടുവന്ന ഈ ആപ്പിള് മുന്തിരിങ്ങയൊക്കെ വേസ്റ്റ്. പ്രഗ്നന്റ് ആണെന്ന് സത്യം നമ്മളോട് കള്ളം പറഞ്ഞതാ. എന്ന് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ? തീരുമാനം ഞങ്ങളുടെ ഒന്നുമല്ല. ഗൈനക്കോളജിസ്റ്റ് വന്ന് കൺഫേം ചെയ്തിട്ട് പറഞ്ഞതാ. സത്യയുടെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് അറിയാൻ വേണ്ടിയാ ഡോക്ടറെ വിളിച്ചു വരുത്തിയത്. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോഴേ സത്യക്ക് നെഗറ്റീവ്. എന്ന് വെച്ചാ അവളും സുധിയും ചേർന്ന് നമ്മളെ മണ്ടന്മാരാക്കുകയായിരുന്നു. ഏയ്, അങ്ങനെ സംഭവിക്കില്ല.
ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ചാ ഡോക്ടർ റിസൾട്ടിന്റെ കാര്യം പറഞ്ഞത്. അവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ തോന്നിയ ആ സ്നേഹത്തിന് ഞാൻ എന്നെ തന്നെ പുച്ഛിക്കേ ഇപ്പോ. സത്യക്കും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ഒരാപത്തും വരുത്തരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച നാവുകൊണ്ട് ആ ഒരുമ്പെട്ടവളെ ശപിക്കുക ഞാൻ. ഏയ്, അങ്ങനൊന്നും ചെയ്യരുത്. ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയതിന് അവളെന്ത് പഴിച്ചു? അല്ലെങ്കിലും പ്രഗ്നൻസിയുടെ കാര്യത്തില് ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. സ്വാഭാവികമാണ്. അതൊരു കുഞ്ഞിന് വേണ്ടി ആശിക്കുന്നവരുടെ കാര്യത്തിൽ. സത്യയുടെ കാര്യത്തിൽ പക്ഷെ അങ്ങനെയല്ല.